സബബുൻ ലിതുമഅനീന, ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ എന്തു വേണം? തൗഹീദുള്ളവനായി മാറണം. തൗഹീദ് പഠിച്ചതനുസരിച്ച് ജീവിക്കണം. അല്ലാത്തവന് സമാധാനം ഉണ്ടാവില്ല. ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആരാണ് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴത്തേക്ക് അള്ളാഹുവിൻ്റെ ദീൻ കൈവിട്ട് അള്ളാഹുവിനെ ചീത്ത വിളിച്ച് പരാതിയും പരിവട്ടങ്ങളും ആവലാതിയും വ്യാധിയും ആദിയും കൊണ്ട് നടന്ന് ജീവിതം തൊലച്ചു കളയുന്നത് ആരാണ്? പ്രതിസന്ധികളിൽ കാലിടറുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നത് ആരാണ്? മരിച്ചുപോയ മണ്ണായ എല്ലായ നുറുമ്പായ നിർജീവമായ അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കൈനീട്ടുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് ഉയർത്തിവിടുന്നത് ആരാണ്? സമാധാനമില്ലാത്തവരാണ്. ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് മുറുകെ പിടിച്ച് സ്വസ്ഥത നേടാൻ സാധിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം വരുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്. തൗഹീദ് ഇല്ലാത്തവൻ അള്ളാഹിനെ ഓർക്കാനേ സാധിക്കില്ല. കാരണം എന്താ? അള്ളാഹു അല്ലാത്തവരിലേക്കാണ് അവന്റെ ശ്രദ്ധയും തിരിയലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവനെ ഓർക്കാൻ സാധിക്കില്ല. ഒരു മുവഹിദിനെ അല്ലാഹ് എന്ന ചിന്ത ഏതു പ്രതിസന്ധിയിലും അവന്റെ ഹൃദയത്തിൽ നിറയുള്ളൂ. അതുകൊണ്ട് സമാധാനവും സ്വസ്ഥതയും വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ തൗഹീദ് പഠിച്ചേ തീരും. സമാധാന സമ്പൂർണമായ സന്തോഷകരമായ ജീവിതം ലഭിക്കണമെങ്കിൽ നമ്മൾ തൗഹീദ് പഠിച്ചേ തീരും. അള്ളാഹു പറഞ്ഞില്ലേ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനായ നിലയിൽ എന്ന് പറഞ്ഞാൽ മുവഹിദായ നിലയിൽ, അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചവനായ നിലയിൽ, സ്വാലിഹായ അമലനുഷ്ഠിച്ച നിലയിൽ ഒരാണാണോ പെണ്ണാണോ ഉള്ളത്, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവരുടെ ജീവിതം അള്ളാഹു മനോഹരമാക്കും. ദുനിയാവിൽ റാഹത്തുള്ള ജീവിതം അവർക്ക് നൽകും. ആർക്ക്? യഥാർത്ഥ തൗഹീദ് മുറുകെ പിടിച്ച മുഅ്മിനാണെങ്കിൽ, സ്വാലിഹായ അമലനുഷ്ഠിക്കുന്നവനാണെങ്കിൽ അവനാണ് ദുനിയാവിൽ സ്വസ്ഥമായ ജീവിതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറേ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുന്നു? ഇവിടുത്തെ അദാനിമാര് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അവരുടെ ബാഹ്യമായി കാണുന്ന ഈ പുറംപൂച്ചകളും ഉപരിപ്ലവമായ കാട്ടിക്കൂട്ടലും പേക്കൂത്തുമാണ് സമാധാനമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എവിടെയാണ് സമാധാനത്തിന്റെ ഉറവ്? എവിടെയാണ് ഒരു മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്ന? എവിടെയാണ്? അവന്റെ കാർമലാണോ? അവന്റെ ധവളക്കൊട്ടാരങ്ങളിലാണോ? അവന്റെ മുന്തിയ ബ്രാൻഡുള്ള വസ്ത്രത്തിന്മേലും ചെരുപ്പന്മേലും അഹങ്കരിച്ച് നടക്കുന്ന അവന്റെ ഭൗതികതയുടെ പളവളപ്പുകളിലാണോ സമാധാനം? പറ നിങ്ങൾ, എവിടെയാണ് ഒരു മനുഷ്യൻ സമാധാനം അനുഭവിക്കുക? അവൻ കഴിക്കുന്ന മുന്തിയ ഭക്ഷണങ്ങളിലാണോ? അവന്റെ കൽബിനകത്താണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലാണ് സമാധാനം അനുഭവിക്കുക. ആ ഹൃദയത്തിനെ പടച്ച് അവന്റെ റബ്ബിനോട് പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവനെ പടച്ച് റബ്ബിനെ ഓർത്താലല്ലാതെ, അവന്റെ സ്മരണയിലല്ലാതെ, ആ റബ്ബിന്റെ തൗഹീദ് ഏകത്വം അംഗീകരിച്ച് അവനെ കീഴൊതുങ്ങുന്ന അവന്റെ അടിമയായി മാറിയാലല്ലാതെ, സമ്പത്തിന്റെ അടിമയായിട്ടല്ല, ദുനിയാവിന്റെ അടിമയായിട്ടല്ല, അള്ളാഹുവിന്റെ ദീന് മറന്ന് ദുഃഖാരത്തിന്റെയും ഹറാമിന്റെയും തോന്നിവാസത്തിന്റെയും അടിമയായി സ്വന്തം തോന്നിവാസത്തെ ഇലാഹാക്കി കൊണ്ടു നടന്നവന്റെ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സമാധാനമല്ല. മുൻഗാമികൾ ചിലർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ഈമാനുള്ളവരായി അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം നുകർന്ന് അതനുസരിച്ച് അമൽ ചെയ്ത് നമ്മൾ അനുഭവിക്കുന്ന റാഹത്തുണ്ടല്ലോ, ഇതെങ്ങാനും രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വാളെടുത്ത് നമ്മുടെ തലയറത്ത് ആ സമാധാനം വെട്ടിപ്പിടിക്കാൻ വരുമായിരുന്നു. അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കൂല.